Adarsh Preman, Present, sir. Alan K.A., Present, sir. Amarnath, Present, sir. Anand, Present, sir. Arjun, Present, sir. Hridik Krishna, Present, sir. Aldas, Present, sir. Muhammad Naveed, Present, sir. Marsag, Present, sir. okay, Akash C. Dilip, sorry. Present, Then Muhammad Sharan, Present, sir. Sain, Present, sir. Nihal Abdul Nasir, Present, sir. Rakesh, Present, sir. Sarang, Present, sir. Sayuj, Present, sir. Vishnu, Present, sir. Vishnu Santosh, Present, sir. good. Then Anas Roshan, Present, sir. Anasvar Surendran, Present, sir. Anukrah, Present, sir. Ashwant C. Okay. Dayan Biju, Present, sir. Fatima Nanda, Present, sir. Safa, Present, sir. Sana, Jyodish, Present, sir. Kailash Nath, Present, sir. Muhammad Munnat Farooq, Megha Sharin, Present, sir. Nikhil Das, Present, sir. Nikhil P, okay. Pranav Raj, Present. Sayan Sandishan. Present, sir. Okay. So mechanical എല്ലാ സ്റ്റുഡൻസും പ്രസന്റ് ആണ്. EC-യിൽ 3 സ്റ്റുഡൻസ് ആബ്സെന്റ് ആണ്. അശ്വന്ത്, ഫറൂഖ്, then നിഖിൽ പി. Okay. So ഫസ്റ്റ് നമ്മൾ സിലബസ് നോക്കാം. ഓക്കെ, എൻ്റെ സ്ക്രീൻ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? യെസ് ആണോ നോ ആണോ? ചാറ്റ് ബോക്സിൽ Yes, sir. പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സിലബസ്. സോ അവർ സബ്ജക്ട് കോഡ് ഈസ് EST 102. സബ്ജക്ട് നെയിം ഈസ് പ്രോഗ്രാം ഇൻ C. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ലെക്ചർ ഉണ്ട്, ട്യൂട്ടോറിയൽ ഉണ്ട്, അഗെയിൻ എന്താണ് പ്രാക്ടിക്കൽ ഉണ്ട്. ഓക്കെ, സോ ഈ പ്രോഗ്രാമിൽ ലെക്ചേഴ്സും ഉണ്ട്, അഗെയിൻ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽസും ഉണ്ട്. വേറെ പേപ്പേഴ്സിലൊക്കെ നിങ്ങൾക്ക് ലെക്ചർ പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിംഗും സിയിലും എന്ത് വരും, ലെക്ചേഴ്സും ഉണ്ടാവും, അഗെയിൻ എന്താണ് പ്രാക്ടിക്കൽ ചേർന്നിട്ട് ഒരു സിംഗിൾ പേപ്പർ ആയിട്ടാണ് ഉണ്ടാവും. സോ നിങ്ങൾ ലാബും ചെയ്യണം, ഇതിൽ തിയറി പഠിക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മളുടെ ഇന്റേണൽ അസസ്മെന്റ്സ് ആണ്. സോ ഇന്റേണൽ അസസ്മെന്റിൽ നമുക്ക് 2 ടെസ്റ്റ് ഉണ്ടാവും. ടോട്ടൽ 150 മാർക്സ് ആണ്. സോ ഇന്റേണൽ 50 മാർക്കാണ്, എക്സ്റ്റേണൽ എക്സാം 100 മാർക്സിനാണ്. ഓക്കെ, സോ ഇന്റേണൽ എക്സാമിൽ നമ്മൾ 2 സീരീസ് ടെസ്റ്റ് നടത്തും. 2 സീരീസ് ടെസ്റ്റിനെ 10 മാർക്കായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ എന്താണ്, ലാബ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ലാബിനുള്ള മാർക്കാണ്, പിന്നെ അറ്റൻഡൻസ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് നമ്മളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. 2 സെക്ഷനാണ് ഉണ്ടാവുക, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓക്കെ, പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻസ് 3 മാർക്സ് ആണ്. അപ്പോൾ പാർട്ട് എയിൽ 30 മാർക്സിനാണ് ഉണ്ടാവുക.
എഗെയിൻ പാർട്ട് ബി. പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ചോയ്സ് ഉണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരും. ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ്, 2 ക്വസ്റ്റ്യൻസ് തരും, അതിന് എന്തുണ്ടാവും, ചോയ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 14 മാർക്സ് ആണ്. മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് എന്തുണ്ടാവും, സ്പ്ലിറ്റ് അപ്പ് ആണ് ഉണ്ടാവും. ഇതിൽ തന്നെ നോക്കുക, ഫസ്റ്റ് മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യന് 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ചോയ്സ് ആയിട്ട് മെഗൈൻ ഉണ്ട് 10, 4. ഓക്കെ, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മോഡ്യൂൾസിലും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ 70, പാർട്ട് ബിയിൽ എത്ര മാർക്കാണ് ഉണ്ടാവുക, 70 മാർക്സ് ആണ്. പാർട്ട് എയിൽ എന്താണ്, 30 മാർക്സ് ആണ്. ഓക്കെ, സോ പാർട്ട് എയിലുള്ളതിന് ചോയ്സ് ഉണ്ടാവില്ല, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. പാർട്ട് ബിയിൽ എന്തുണ്ടാവും, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നുള്ളത് നമ്മുടെ സിലബസ് നോക്കാം. ഓക്കെ, സിലബസ് ടോട്ടൽ 5 മോഡ്യൂൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇന്റേണൽ കോമ്പണൻസ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ബേസിക് ടേംസ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ്, എക്സാമ്പിൾക്ക് കുറച്ച് അൽഗോരിതംസും എഴുതാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബബിൾ ചാർട്ട്, സെർച്ചിങ്ങിനെ കുറിച്ചുള്ള അൽഗോരിതംസും ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കും. എഗെയിൻ സെക്കൻഡ് മോഡ്യൂളിലാണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, നെക്സ്റ്റ് ലെവലിലുള്ള അറേസ്, സ്ട്രിങ് അറേസ് എന്ന് പറയുമ്പോൾ ഓക്കെ, അതൊരു പ്രോഗ്രാമിംഗ് ടേംസിൽ പറഞ്ഞ കാര്യങ്ങളാണ് അറേസ്. പിന്നെ സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രിങ്ങും അതിലുള്ള ഒരു കോൺസെപ്റ്റാണ്. തേർഡ് മോഡ്യൂളിൽ അറേ ആൻഡ് സ്ട്രിങ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. ഫോർത്ത് മോഡ്യൂളിൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. എഗെയിൻ ഫിഫ്ത്ത് മോഡ്യൂൾ എഗെയിൻ എന്താണ്, പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ്. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുണ്ടാവും. സെക്കൻഡ് മോഡ്യൂൾ എന്താണ്, നിങ്ങൾ സെക്കൻഡ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആബ്സെന്റ് ആവരുത്. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ആബ്സെന്റ് ആയാൽ ഈ സെക്കൻഡ് മോഡ്യൂൾ തറവായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് മോഡ്യൂളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൽ ഈ പ്രോഗ്രാമിംഗ് ബേസിക്സ് ഫുള്ള് ഇതിലാണ് വരിക, സെക്കൻഡ് മോഡ്യൂളിലാണ് വരിക. ഓക്കെ, എഗെയിൻ തേർഡ്, ഫോർത്ത് മോഡ്യൂളിൽ ജസ്റ്റ് എന്താണ്, ആ ബേസിക്സ് വെച്ചിട്ട് ഈ പ്രോഗ്രാംസ് എങ്ങനെയൊക്കെ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ എന്ത് പഠിക്കുക, തേർഡ്, ഫോർത്തിൽ പഠിക്കുക, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്തിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തറവായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് മോഡ്യൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രോഗ്രാമിങ്ങിന്റെ കേസിൽ മാത്സ് പോലെ തന്നെയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് ആബ്സെന്റ് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏതെങ്കിലും ക്ലാസ് സപ്പോസ് നിങ്ങൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ക്ലാസ്സിൽ വരേണ്ടത്. മനസ്സിലായ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? ഇല്ല, സ്പീഡാണോ സ്ലോ ആണോ? കമാൻഡ്സ് പറഞ്ഞു കേട്ടാ. ഓക്കെ അല്ലേ എൻ്റെ സ്പീഡ്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? എത്ര മോഡ്യൂൾസ് ആണ് നമുക്കുള്ളത്? എത്ര മോഡ്യൂൾസ് ആണ്? 5 ആണോ 6 ആണോ? 5. ഓക്കെ, ഇതിൽ എത്ര മോഡ്യൂൾസിലാണ് പ്രോഗ്രാംസ് വരുന്നത്, എത്ര മോഡ്യൂളിലാണ് തിയറി വരുന്നത്? ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രമാണ് എന്ത് വരുന്നത്, തിയറി വരുന്നത്. ഓക്കെ, അഗൈൻ ബാക്കിയുള്ള 4 മോഡ്യൂൾസിലും എന്താണ്, പ്രോഗ്രാമിംഗ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഇതിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രോഗ്രാം പഠിക്കുന്നതിന് പാരലലായിട്ട് നമ്മൾ എന്തും പഠിക്കണം, എന്തും ചെയ്യണം, ലാബും ചെയ്യണം. ഓക്കെ, ഇത്രയേ സിലബസിൽ നമ്മൾ നോക്കാനുള്ളൂ. ഓക്കെ, അഗൈൻ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്താണ് LKG തന്നെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഉള്ളത് എന്താണ്, ഫസ്റ്റ് ടോപ്പിക് എന്താ, ടോപ്പിക് ജസ്റ്റ് ഓർത്ത് വെച്ചോ. ടോപ്പിക് എന്താണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഓക്കെ, ദെൻ ബിഫോർ ദാറ്റ് വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ ഓർമ്മ വരാം അല്ലേ? വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? എന്തൊക്കെയാണ്? ഇതിനൊക്കെ നിങ്ങൾക്ക് ആൻസർ അറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്.
അറിയുന്ന ആൾക്കാർ മൈക്ക് ഓൺ ചെയ്ത് പറയാം കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ ഗുഡ്. കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് മെഷീൻ. അത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, വലിയ ആൻസർ ഒന്നും എക്സ്പെക്ട്. ഇലക്ട്രോണിക് മെഷീൻ. ക്ലിയർ ആണോ? വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് മെഷീൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? പറ, തെറ്റായിരുന്നാലും ഒന്നുമില്ല. ബട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്? എന്താ എല്ലാ ആൾക്കാരും സൈലന്റ്? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും. Okay. So, computer is a electronic machine that makes performing any task very easy. Okay. നമുക്ക് എന്താണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുന്നുണ്ട്, അവിടെ ബില്ലിംഗ് ചെയ്യണം. അപ്പോൾ അതെന്താണ്? ഒരു ഹെവി ടാസ്ക് ആണ്. ഇൻ ദാറ്റ് കേസ് വി ആർ യൂസിങ് കമ്പ്യൂട്ടർ. ഇഫ് യു ആർ യൂസിങ് കമ്പ്യൂട്ടർ, ദ ടാസ്ക് ഈസ് വെരി ഈസി, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇൻ റീസെന്റ് ഡേയ്സ് നിങ്ങൾക്ക് എന്താണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. അഗൈൻ ഇന്റർനെറ്റ് യൂസ് ചെയ്യണം നമ്മൾ എന്താണ് ത്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കമ്പ്യൂട്ടർ, റൈറ്റ്? സോ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ടാസ്കിനെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടറിനെ കണ്ടുപിടിച്ചത്. സോ ഫസ്റ്റ് ലൈനിൽ ദേ ഹാവ് ടു lines are there. Computer is an electronic machine that makes performing any task very easy. First line clear ആണോ? വാട്ട് ഇസ് മീൻ? അതിനുള്ളത് രണ്ട് ആൻസർ ആണുള്ളത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, കമ്പ്യൂട്ടർ ഇസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ് മേക്സ് പെർഫോമിംഗ് എനി ടാസ്ക് വെരി ഈസി. ക്ലിയർ ആണോ ഫസ്റ്റ് ലൈൻ? Then next one is then brain of the computer. Brain of the computer എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? CPU. ഗുഡ്. അപ്പൊ CPU എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചതല്ലേ. അപ്പൊ CPU എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താണ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ അഗൈൻ ഇതിനകത്ത് എങ്ങനെയാണ് വർക്കിംഗ് പെർഫോം ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ CPU. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഇൻ കമ്പ്യൂട്ടർ ദാറ്റ് CPU എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ടു ഇറ്റ് ഇൻ എ സീരിയസ് സ്റ്റെപ്സ്. ഓക്കെ, CPU പണി എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻസ്. സോ അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെ. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ടോ? അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. മനസ്സിലായോ? വാട്ട് ഈസ് മീൻ ബൈ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ ഈസ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ ആണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ പേര് പറ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ പേര് പറ. എല്ലാവർക്കും ഒരു ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും നിങ്ങൾക്ക് അറിയുന്ന സോഫ്റ്റ്വെയർസ്. ഫാസ്റ്റ് നിങ്ങൾക്കറിയുന്ന കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ പേര്. സോഫ്റ്റ്വെയർ അറിയില്ല? ഗൂഗിൾ ക്രോം അതൊരു സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ്. ഓക്കെ, എന്നാ മനസ്സിലാവണില്ല പറയുന്നത്. മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അഡോബ്, MS ഓഫീസ്, ഫയർബോക്സ്, ഗുഡ്. പിന്നെ നിങ്ങൾ ഗെയിം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നുണ്ട്. പിന്നെ PDF റീഡർ, പൈത്താൻ ഒക്കെ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടൂളാണ്. ഓക്കെ, നമ്മൾ പൈത്താനൊക്കെ ലാംഗ്വേജ് ആണ്. മനസ്സിലായ? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇത് ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരു സോഫ്റ്റ്വെയർ അല്ല ആക്ച്വലി അല്ലെ. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിൾ ക്രോം, അഗൈൻ എന്താണ് ലൈബ്ര ഓഫീസ്, അഗൈൻ എന്താണ് PDF, ലിൻവേസ്, ഗുഡ്. ലിൻവേസ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ,
പിന്നെ എന്ത് ചെയ്യുക, വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. വാട്സപ്പ് എന്താ പറയുക, വാട്സാപ്പ് അല്ലേ, അതെന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് ഗൂഗിൾ ക്രോം പറയാനല്ലേ, ഇത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. അപ്പൊ വാട്ട് ഇസ് മീൻ ബൈ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ ഇസ് എ collection of instruction. Good. Collection of instruction or set of instruction. അപ്പൊ ഈ പ്രോഗ്രാമേഴ്സ്, നമ്മളിങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെ കുറെ പ്രോഗ്രാമേഴ്സ് ഒക്കെ പോകുന്നുണ്ടല്ലേ, അല്ലെ? ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നുണ്ടല്ലേ അവര്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ അവിടെ അവർ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ ഗൂഗിൾ ക്രോം ഒക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്ന സാധനമാണ്. ഓക്കെ. അപ്പൊ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി അവിടെ കുറെ ആൾക്കാർ ഡെവലപ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഗൂഗിൾ ക്രോം എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തു തന്നു. അപ്പൊ ഗൂഗിൾ ക്രോം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അവർ കുറെ ഇൻസ്ട്രക്ഷൻ അവിടെ പോയിരുന്ന് പ്രോഗ്രാം ചെയ്യും. ഓക്കെ. ആ പ്രോഗ്രാംസിൽ അവർ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ, അവർ പ്രോഗ്രാം എഴുതുന്നുണ്ടല്ലേ, ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. ക്ലിയർ ആണോ? ആ പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ക്രോം എഴുതണമെന്ന് വെച്ചാൽ നിയർലി എന്താണ്, ലാക്സ് ഓഫ് ലൈൻസ് യൂസ് ചെയ്ത്, ലാക്സ് ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ ലാക്സ് ഓഫ് ലൈൻ ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഫോം ആവുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയണമെന്ന് പറയുമ്പോൾ ഈ റോബോട്ട് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഐ റോബോട്ട് അങ്ങനെയൊക്കെ മൂവി കണ്ടിട്ടുണ്ടോ? ഓക്കെ. സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ തമിഴിലൊരു മൂവി ഉണ്ടല്ലേ, എന്താണ്, റോബോട്ട് എന്തിനെന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലേ, ഒരു ഓൾഡ് മൂവിയാണ്, കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഓക്കെ. അപ്പൊ അതിലെന്താണ്, ഒരു വില്ലൻ സൈഡിൽ ഒരുത്തൻ എന്ത് ചെയ്യും, ഒരു റോബോട്ട് ചെയ്യും. ഓർക്കുന്നുണ്ടോ? വില്ലൻ ഒരു റോബോട്ട് ചെയ്യും. ഓക്കെ. ഹീറോ ഒരു റോബോട്ട് ചെയ്യും, വില്ലൻ ഒരു റോബോട്ട് ചെയ്യും. ബട്ട് എന്താണ്, വില്ലൻ അതിലൊരു ഡയലോഗ് പറയും, ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, എന്താണ്, നിനക്ക് ക്രോസ് ഓഫ് ലൈൻസ് പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നീ എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹീറോ ചെയ്യുന്ന റോബോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് വില്ലൻ ചെയ്യുന്ന എന്ത് ചെയ്യും, ഇവൻ കൊടുക്കുന്ന കമാൻഡ്സിനെ പ്രോപ്പറായിട്ട് അത് എന്ത് ചെയ്യൂല, റിസീവ് ചെയ്യൂല. ആ റോബോട്ട് തന്നെ ഇവനെ കൊല്ലാൻ ശ്രമിക്കും. സോ ദാറ്റ് ടൈം അതിനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഡിമാൻഡിൽ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യും, റോബോട്ടിൻ്റെ അടുത്ത് പറയും, നിനക്ക് ക്രോസ് ഓഫ് ലൈൻസ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ക്രോസ് ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ ക്രോസ് ഓഫ് ലൈൻസ് ഇൻസ്ട്രക്ഷൻസ് അതിന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഒരു സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കളക്ഷൻ ഓഫ് കുറെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഈ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ എന്നുള്ള കാര്യം ക്ലിയർ ആയാ? യെസ് ആണോ നോ ആണോ? ഓക്കെ. സോ അപ്പോൾ ഒരു പ്രോഗ്രാം ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ സിസ്റ്റത്തിൽ എന്താണ്, ഇത് എൻ്റെത് ലിനക്സ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഇതിലെന്താണ്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, AnyDesk എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ബ്ലെൻഡർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സഡൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഹാൻഡ് ബ്രേക്ക്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം, ഓപ്പൺ ആവണം. ഓക്കെ. ഇങ്ങനെ ഓപ്പൺ ആയി. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഓപ്പൺ ആയത്, ഇതിന് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, പ്രോസസ്സർ. ഓക്കെ. ആ സോഫ്റ്റ്വെയറെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, പ്രോസസ്സറാണ്. മനസ്സിലായോ? അപ്പൊ ആ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയറിന്റെ കയ്യിൽ എന്താണുള്ളത്, ദേ ഹാവ് സം കളക്ഷൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, 1 by 1 ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുത്ത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, എന്താവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഓൾറെഡി ഇതിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആവുന്നുണ്ട് അല്ലേ. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോസസ്സർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കാനുള്ള ടൈമാണ്. മനസ്സിലായോ? അപ്പൊ ആ സോഫ്റ്റ്വെയറിൽ എന്താണ്, ഇപ്പോൾ ഇതൊക്കെ ചെറിയ സോഫ്റ്റ്വെയർസ് ആണ്. സോ ദേ ഹാവ് സം എന്താണ്, ഒരു 1000 ലൈനുള്ള ഇൻസ്ട്രക്ഷനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ആ ഫ്രാക്ഷൻ ഓഫ് ടൈം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ പ്രോസസ്സർ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ സോഫ്റ്റ്വെയർ നമുക്ക് എന്തായി വരിക, നമ്മളുടെ സ്ക്രീനിലേക്ക് വരുന്നത്. ക്ലിയർ ആണോ? ഈ സോഫ്റ്റ്വെയർക്കും പ്രോസസ്സർക്കും ഉള്ള റിലേഷൻഷിപ്പ് മനസ്സിലായ? ഓക്കെ. സോ
ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ സി പിയുടെ റോൾ എന്താണ്? സി പി യു എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ്സ് ടു ഇറ്റ് ഇൻ എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. ദിസ് സീരീസ് ഓഫ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആസ് മെഷീൻ സൈക്കിൾ. ഓക്കെ, ഈ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു നെയിം വെച്ച് അതാണ് എന്ത് പറയുക? മെഷീൻ സൈക്കിൾ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ. Okay, so second is the CPU is execute each instruction provided to it in a series of steps. This series of steps is called machine cycle and it is repeated for each instruction. Okay, so one machine cycle involves 4 steps. Okay, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ 4 പ്രോസസ് ആണ് നടക്കുക. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയാൽ നിങ്ങൾ സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യാം? നിങ്ങളുടെ ഫോണിന്റെ ബേസിൽ പറ. എല്ലാ ആൾക്കാരുടെ എന്താണ്? ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ എതിൽ പോവും? എവിടെ പോകും? പ്ലേ സ്റ്റോറിൽ പോകും. ഗുഡ്. അപ്പൊ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ആ സോഫ്റ്റ്വെയറിനെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്യും അല്ലേ? ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുക? പറ, സ്മാർട്ട് ഫോൺ ഉള്ള ആൾക്കാരല്ലേ? തെറ്റായാലും ഒന്നുമില്ല. ഗുഡ്. വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്ത്? ഇൻസ്റ്റാൾ ചെയ്ത്. ഗുഡ്. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സാധനം എവിടെ പോയി സ്റ്റോർ ആവുക? ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എവിടെ പോയി സ്റ്റോർ ആവും? സ്റ്റോറേജ്. ഗുഡ്. അപ്പോൾ ഈ സ്റ്റോറേജിൽ പോയുള്ള സാധനം സ്റ്റോറായി. എഗൈൻ നിങ്ങൾ എന്ത് ചെയ്തു? ആ സോഫ്റ്റ്വെയർ നമ്മളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും തിരിയും, അതിന് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ക്ലിക്ക് ചെയ്യുക അല്ലെ. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവും അല്ലെ. ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം അല്ലെ. അപ്പൊ ആ ടൈമിൽ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് പ്രോസസ്സർ എന്ത് ചെയ്ത്? എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മെഷീൻ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ 4 കാര്യങ്ങളാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുക. എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത സാധനമാണ്. ഇൻസ്റ്റാൾ ചെയ്ത സാധനം എവിടെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്? നിങ്ങളുടെ മെമ്മറിയിലാണ് സ്റ്റോർ ആയിട്ടുള്ളത്. അപ്പൊ പ്രോസസ്സർ ഫസ്റ്റ് എന്ത് ചെയ്യും? ആ ഇൻസ്ട്രക്ഷൻ എവിടെയാണോ സ്റ്റോർ ആയിട്ടുള്ളത്, ആ സോഫ്റ്റ്വെയർ എവിടെയാണോ സ്റ്റോർ ആയിട്ടുള്ളത്, ആ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യും. ഓക്കെ, ഫെച്ച് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. ഓക്കെ, ഡീകോഡ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഒരു പ്രോസസ്സാണ് അത് കേട്ടോ. ചിലപ്പോൾ അതിൽ ഷോർട്ട് ഹാൻഡ് ഫാബ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ ആഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ അഡിഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്യും. എഗൈൻ അതിന്റെ ഓപ്പറൻസ് നെക്സ്റ്റ് ലെവലിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ഫസ്റ്റ് എന്ത് ചെയ്യും? അത് ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് ലെവൽ അത് ഓപ്പറന്റ് ഒക്കെ ഫെച്ച് ചെയ്യും. അതിന്റെ ഓപ്പറൻസ് എന്തൊക്കെയാണുള്ളത് ഓക്കെ, എന്താ ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ഉണ്ട്. എന്റെ ലൈന് ബ്രേക്കിംഗ് ആണോ? ഹലോ, യെസ് സാർ. എന്റെ വോയിസ് ക്ലിയർ അല്ലേ ഇപ്പോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തു. എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാൽ എന്റെ വോയിസ് ഇപ്പൊ ശരിയായ?
ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ബ്രേക്കിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇതുവരെയാണ് എന്റെ ലൈന് ക്ലിയർ ആയിരുന്നത്. ഓക്കെ. അപ്പൊ ഇതില് നോക്ക്, ഓൺ മെഷീൻ സൈക്കിൾ ഇൻവോൾവ്സ് എന്ന് പറയുമ്പോൾ അതില് 4 സ്റ്റെപ്സ് ആണ് വരിക. ഫെച്ചിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ, ദെൻ ഓപ്പറന്റ് ഫെച്ചിങ്, ദെൻ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ. സോ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെയൊക്കെ കുറിച്ച് എഴുതണം. ഫസ്റ്റ് വൺ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ എഴുതണം. കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടർ ഇസ് എ ഇലക്ട്രോണിക് മെഷീൻ ആണ്. എഗൈൻ എന്ത് എഴുതണം നിങ്ങൾ? CPU നെ കുറിച്ച് എഴുതണം. CPU എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ദ പർപ്പസ് ഓഫ് CPU? Execute instruction. എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റെപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ പേരെന്താണ്? കുറെ ഒவ்வொரு പ്രാവശ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്താണ്? മെഷീൻ സൈക്കിൾ, റൈറ്റ്? സോ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ 4 സ്റ്റെപ്സ് വരാല്ലേ? എന്തൊക്കെ സ്റ്റേജസ് ആണ് വരിക? എന്തൊക്കെയാ വരിക? ഫെച്ച്, ഡീകോഡ്, ഫെച്ച്, ഡീകോഡ്, then fetch, decode, then operand fetching, then execute the instruction. Is it clear? Okay. Then next, കമ്പ്യൂട്ടറിന്റെ ബേസിക് 5 കോമ്പണൻസ് ആണ്. ഓക്കെ, ബേസിക് 5 കോമ്പണൻസ് ഇത് നിങ്ങൾ കാണാൻ ഒരു സിസ്റ്റത്തിന്റെ, ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് 5 കോമ്പണൻസ് എന്തൊക്കെയാണ്? ബേസിക് 5 ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് കാണുക? ഒരു കമ്പ്യൂട്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുക? മോണിറ്റർ, ഓക്കെ, CPU, കീബോർഡ്, mouse. മൗസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഈ മോണിറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം, കീബോർഡ്, മൗസ് ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. ബേസിക് ആയിട്ട് 5 കോമ്പണൻസ് ആണ് കമ്പ്യൂട്ടറിലുള്ളത്. വൺ എന്താണെന്ന് വെച്ചാല് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഇൻപുട്ട് യൂണിറ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ദെൻ തേർഡ് വൺ ഈസ് സ്റ്റോറേജ് യൂണിറ്റ്. ദെൻ ഫോർത്ത് വൺ ഈസ് അരിത്മെറ്റിക് യൂണിറ്റ്. 5 വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്. ക്ലിയർ ആണോ? ഹൃതിക്കിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ? ഹൃതിക്കിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ? ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടറിലെ ബേസിക് 5 കോമ്പണൻസ് എന്തൊക്കെയാണ്? സോ വാട്ട് ആർ ദ 5 കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ? ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് യൂണിറ്റ്, സെക്കൻഡ് വൺ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്, തേർഡ് വൺ ഈസ് സ്റ്റോറേജ് യൂണിറ്റ്, ഫോർത്ത് വൺ ഈസ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ഫിഫ്ത്ത് വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലുള്ള കോമ്പണൻസ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ഇതിൽ മുഹമ്മദ് നവീദ് ഒരു കമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? മോണിറ്റർ ആൻഡ് കീബോർഡ്, റൈറ്റ്? സോ മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കാണുന്നതാണ് അല്ലേ? നിങ്ങൾ എന്താണോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മൂവി പ്ലേ ചെയ്യും. ഓക്കെ, മൂവി പ്ലേ ചെയ്യണത് നിങ്ങൾ കാണുന്നത് എവിടെയാണ്? മോണിറ്ററിലാണ്. ഓക്കെ, എന്തൊരു സാധനം എക്സിക്യൂട്ട് ചെയ്താലും നിങ്ങൾ കാണുന്ന പ്ലേസ് ആണ് എന്ത്? മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മോണിറ്റർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ കീബോർഡ് എന്തായിരിക്കും? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ. സോ സിസ്റ്റത്തിലുള്ള ബേസിക് 5 യൂണിറ്റ്സ് എന്തൊക്കെയാണ്? 5 കോമ്പണൻസ് എന്തൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ചില ഹാർഡ്വെയർ ഡിവൈസസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? സിസ്റ്റത്തിന് കുറെ ഇൻപുട്ട് സാധനങ്ങൾ കൊടുക്കും. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് കുറെ ഡേറ്റാസ് നമ്മൾ കൊടുക്കുകയാണ് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, അങ്ങനെ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇൻപുട്ട് ഡിവൈസസ് കീബോർഡ്, മൗസ്, മാഗ്നറ്റിക് ടാപ്പ്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ഇൻപുട്ട് ഡിവൈസസ് പറയാം. ഇതല്ലാതെ വേറെ കുറെ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്? ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്? കീബോർഡ് പറഞ്ഞു അല്ലെ? കീബോർഡ്, മൗസ്, എഗൈൻ എന്താണ്? മാഗ്നറ്റിക് ടാപ്പ്. വേറെ ഏതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ഉള്ള? സ്കാനർ, ഗുഡ്. മൈക്രോഫോൺ, ഗുഡ്. ഓക്കെ, വേറെ കുറെ എന്തുണ്ട്? ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഓക്കെ. സോ അപ്പൊ ഇൻപുട്ട് ഡിവൈസസിന്റെ ഡെഫിനിഷൻ നോക്കാം ഫസ്റ്റ്. നമ്മൾ
input unit connect the external environment with the internal computer system. Okay, so input unit എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, we are using the input device to give the instruction to the computer. Okay, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, ഇൻപുട്ട് യൂണിറ്റ്. സോ അപ്പോൾ അതെന്താണ്, കണക്ട് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഏതെങ്കിലും ഒരു ഡിവൈസിന് നമ്മൾ കണക്ട് ചെയ്യാണ് വിത്ത് ദ ഇന്റേണൽ കമ്പ്യൂട്ടർ സിസ്റ്റം. Okay, so input unit connects the external environment with the internal computer system. It provides a data and instruction to the computer system. So ഇതിലുള്ള ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. It provides data and instruction to the computer. നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് എന്താണ്, ഡേറ്റയോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. So input unit, it provides data and instruction to the computer system. The commonly used input devices are keyboard, mouse, magnetic tape, etc. Is it clear? Clear ആണോ? ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇൻപുട്ട് യൂണിറ്റ്. ഓക്കെ, സോ ഇൻപുട്ട് യൂണിറ്റ് കണക്ട് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വിത്ത് ഇന്റേണൽ computer system. What is the purpose of connecting input unit? It is provided data and instruction to the computer. നമ്മൾ എന്തൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ, ക്ലാസ് എടുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന വോയിസ് ഒക്കെ അങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഹെഡ്ഫോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹെഡ്ഫോണിലുള്ള മൈക്ക് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? ഇൻപുട്ട് ഡിവൈസ് ആണ്. ആ ഹെഡ്ഫോണിലുള്ള ഈ ഇയർ ബഡ് എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടല്ലേ, മൈക്ക് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ഈ ഇതോ, ആ സ്പീക്കേഴ്സോ ഹെഡ്ഫോണിലുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ഡേറ്റാസ് കൊടുക്കുന്നത് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. അതിലുള്ള ഡിവൈസിൽ എന്താണ്, അവിടെ സിസ്റ്റത്തിൽ പ്രോസസ് ചെയ്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് പുറത്ത് വരണുണ്ടല്ലോ, അതൊക്കെ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, next one, input unit performs following tasks. Accept the data and instruction from the outside environment. Okay, input unit പണി എന്താണ്, എന്തൊക്കെയാണോ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, accept the data and instruction from the outside environment. Then convert into a machine language. So convert into a machine language എന്ന് പറയുമ്പോൾ ഈ 3 ടൈപ്പ് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്, അസംബ്ലി ലാംഗ്വേജ്. ദെൻ തേർഡ് വൺ ഈസ് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആ ലോ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. നമ്മളൊക്കെ സംസാരിക്കുന്നത് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഇപ്പൊ തമിഴ്, ഇംഗ്ലീഷ്, മലയാളം ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, സോ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഷോർട്ട് ഹാൻഡ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, ഷോർട്ട് ഹാൻഡ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അഡിഷൻ എന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പൊ അഡിഷന് പകരം നമ്മൾ എന്ത് ചെയ്ത്, അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്, അഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ്, ഇത് എന്ത് വേർഡാണ്, ഇംഗ്ലീഷ് വേർഡാണ് അല്ലെ. അപ്പൊ ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണോ, ലോ ലെവൽ ലാംഗ്വേജ് ആണോ, അസംബ്ലി ലെവൽ ലാംഗ്വേജ് ആണോ? അഡിഷൻ എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, സോ അഡിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ഹൈ ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി, റൈറ്റ്? സോ അതിനെ ഞാൻ എന്ത് ചെയ്ത്, ആഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, സോ ആഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡിഷന്റെ ഷോർട്ട് ഹാൻഡ് ഫോം ആണ് ഞാൻ എങ്ങനെ എഴുതിയത്, ആഡ് എന്ന് പറഞ്ഞ് എഴുതിയത്. സോ ഇതെന്താണ്, അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, മെഷീൻ ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത് എന്താണ്, ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അതിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുക. സിസ്റ്റത്തിന് മനസ്സിലാവുന്നത് എന്തൊരു ഡേറ്റാസ് കൊടുത്താലും സിസ്റ്റത്തിന് മനസ്സിലാവുന്നത് എന്താണ്, 2 ലെറ്റേഴ്സ് ആയിട്ടാണ് സിസ്റ്റത്തിന് പോവുക. 1 0, അഗൈൻ അനദർ 1 ഈസ് 1. ഓക്കെ, ബൈനറി ഡിജിറ്റ്സ് ആയിട്ടാണ് പോവുക, 0 or 1 ഫോമിലാണ് പോവുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ സിസ്റ്റത്തിൽ പോകുന്നത് എങ്ങനെയായിരിക്കും, 0 1, കോമ്പിനേഷൻ ഓഫ് 0 1 ഫോമിലാണ് സിസ്റ്റത്തിലേക്ക് പോവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെഷീൻ ലെവൽ ലാംഗ്വേജ് ആർ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. മനസ്സിലായ?
സീറോ വൺ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സീറോ വൺ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ് ആർ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ദെൻ അഡിഷൻ ഒരു ആൽഫബറ്റ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്ത് അത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ഷോർട്ട് ഹാൻഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ അത് എന്താണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ സിസ്റ്റത്തിൽ എന്താണ്, നമ്മൾ എന്ത് ഡേറ്റാസ് കൊടുത്താലും സിസ്റ്റത്തിന് മനസ്സിലാവണത് എന്ത് ലാംഗ്വേജ് ആയിട്ടേ മനസ്സിലാവുള്ളൂ? മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിട്ടേ മനസ്സിലാവുള്ളൂ. റൈറ്റ്? സോ അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ അത് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുക? സിസ്റ്റത്തിലേക്ക് പോകും. ഓക്കെ, ദെൻ സപ്ലൈ ദ കൺവേർട്ടഡ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ആ ഡേറ്റ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിന് സപ്ലൈ ചെയ്ത് കൊടുക്കും. മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ കയ്യിൽ കൊടുക്കും, കമ്പ്യൂട്ടറിന്റെ കയ്യിൽ കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എങ്ങനെ എവിടെ പോകും? ഫസ്റ്റ് പ്രോസസ്സറിൽ പോകും. പ്രോസസ്സർ ആ ഡേറ്റാനെ എന്താക്കും? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അങ്ങോട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ല, എല്ലാത്തിലും ഇടയ്ക്ക് ഒരു എന്ത് വെച്ചിട്ടുണ്ടാവും? ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ടുണ്ടാവും. ആ ട്രാൻസ്ലേറ്റർ ആണ് ചേഞ്ച് ചെയ്ത് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, so input unit performs the task accept and data instruction from the outside environment, then convert it into a machine language, supply and convert the data into a computer system. Okay, ഇന്ന് കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. ഇന്നത്തെ സമയം കഴിഞ്ഞല്ലേ, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ്